भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 777 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദത്താത്രേയ ഗീത എന്ന് വളരെ പ്രസിദ്ധമായ, അല്ലെങ്കിൽ 24 ഗുരുക്കന്മാർ എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഭാഗം, അവിടെ ദത്താത്രേയനും യദുമഹാരാജാവും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ ആ ദത്താത്രേയൻ എന്ന അവധൂതന്റെ വാക്കുകളായിട്ട് നമുക്ക് കേൾക്കാം. ഭഗവാൻ പറയുന്നു, യദുമഹാരാജാവിൻ്റെ വളരെ വിനയത്തോടു കൂടിയിട്ടുള്ള ആ ചോദ്യത്തിന് മറുപടിയായി ആ ദത്താത്രേയൻ ഇങ്ങനെ പറഞ്ഞു. ബ്രാഹ്മണ ഉവാച സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിത യതോ ബുദ്ധിമുപാദായ മുക്തോടാമീഹതാശൃണു. രാജാവേ, മേ ബുദ്ധ്യുപാശ്രിത, എനിക്ക് ബുദ്ധിയാൽ സ്വീകരിക്കപ്പെട്ട ഗുരവഹ ബഹവ, ഗുരുക്കന്മാര് പലരും സന്ധി ഉണ്ട്. യഥ, യാതൊരുവരിൽ നിന്ന് ബുദ്ധിം ഉപാദായ, അറിവിനെ സ്വീകരിച്ചിട്ട് മുക്തഹ, വിഷയങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടവനായി ഇഹ അടാമി, ഈ ലോകത്തിൽ ഞാൻ സഞ്ചരിക്കുന്നുവോ താൻ ശൃണു, അവരെ കേട്ടോളൂ. ഞാൻ ബുദ്ധി കൊണ്ട് ആശ്രയിച്ച, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ 24 ഗുരുക്കന്മാർ അവരാരൊക്കെയാണ് എന്ന് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. അവരെനിക്ക് പ്രത്യേകമായിട്ട് ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ അവർ എനിക്ക് ഉപദേശിച്ചു തരികയല്ല ചെയ്തത്, മറിച്ച് ഞാൻ അവരുടെ പ്രവൃത്തി സസൂക്ഷ്മം വീക്ഷിച്ച് അവരിൽ നിന്ന് ഓരോന്ന് പഠിച്ചു. അങ്ങനെ ഞാൻ അഭ്യസിച്ച ആ അറിവ് കൊണ്ട് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള താപത്രയങ്ങളിൽ നിന്നും, താപത്രയങ്ങളാകുന്ന ആ ചൂടിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് അങ്ങ് ചോദിച്ചില്ലേ എന്നോട്, ഗംഗാംഭസ്ഥൈവദ്വിപ,
ഗംഗയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ആനയെപ്പോലെ ഇത്ര സുഖമായിട്ട് എങ്ങനെ കിടക്കുന്നു എന്ന് ചോദിച്ചില്ലേ? അങ്ങനെ അവരുടെ പ്രവൃത്തികൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് നിർവികാരനായി സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ആ ഗുരുക്കന്മാര് ആരൊക്കെയാണ്? പൃഥിവി, വായുരാകാശ, ആപോഗ്നിശ്ചന്ദ്രമാരവി, കപോതോ അജഗര സിന്ധു, പതംഗോ മധുകൃദ്ഗജ, മധുഹ ഹരിണോ മീന, പിംഗള കുരരോദ്ഭക, കുമാരി ശരകൃൽ സർപ്പ, ഊർണനാഭി സുപേശകൃൽ. 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നു. പൃഥിവി ഭൂമി, പിന്നെ വായു ആകാശം, ആപഹ എന്ന് വെച്ചാൽ ജലം, അഗ്നി, ചന്ദ്രമ ചന്ദ്രൻ, രവി സൂര്യൻ, കപോതം മാടപ്രാവ്. ഇത്രയും ആ ഗുരുക്കന്മാരെയാണ് ആദ്യത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ 7ാമത്തെ അധ്യായത്തിൽ വിസ്തരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അജഗരം, സമുദ്രം, അത് അജഗരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ്, സമുദ്രം, അതേപോലെ തന്നെ പാറ്റ, ഇയാമ്പാറ്റ, മധുകൃത് വണ്ട്, ഗജഹ ആന, പിന്നെ മധുഹ തേനെടുക്കുന്ന ആള്, ഹരിണഹ മാൻ, പിന്നെ മീനഹ മത്സ്യം, പിംഗള എന്ന വേശ്യാസ്ത്രീ. ഇത്രയും പേരെയാണ് 8ാമത്തെ അധ്യായത്തിൽ പറയുന്നതെങ്കിൽ ബാക്കിയുള്ളത് കുരരപ്പക്ഷി, ഒരു ചെറിയ ബാലകൻ, വളയിട്ട പെൺകുട്ടി, ശരമുണ്ടാക്കുന്ന ആള്, സർപ്പം, എട്ടുകാലി വേട്ടാളൻ, ശരകൾ, സർപ്പ, ഊർണനാഭി, സുപേശകൃൽ. ഇവരൊക്കെ എൻ്റെ ഗുരുനാഥന്മാരാണ്. ഇങ്ങനെ ഈ 24 ഗുരുക്കന്മാർ, ആ 24 ഗുരുക്കന്മാരെ കൂടാതെ ഈ ശരീരവും എൻ്റെ ഗുരുവാണ് എന്ന് പറയുകയാണ്. അതെന്തുകൊണ്ടാണ് ഈ ശരീരം ഗുരുവാകുന്നത്? വിരക്തിക്ക് കാരണമാണ് എന്നുള്ളത് കൊണ്ടാണ് ശരീരം ഗുരുവായിത്തീരുന്നത്. അങ്ങനെയുള്ള ആ 24 ഗുരുക്കന്മാർ, പിന്നെ കൂടാതെയുള്ള ദേഹമാകുന്ന 25ാമത്തെ ഗുരു. ഈ ഗുരുനാഥന്മാരെ കുറിച്ച് ആദ്യം നമുക്ക് അത് വളരെ ലളിതമായൊരു കീർത്തന രൂപത്തിൽ അതിനെ അനുസ്മരിക്കാം. അതിനുശേഷം ഓരോന്നിനെയും വിസ്തരിച്ച് നമുക്ക് പറയാൻ ഭഗവാൻ ഭക്തിയും ശക്തിയും തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ കീർത്തനം നമുക്ക് ആദ്യം കേൾക്കാം. ദത്താത്രേയ ഗീത അഥവാ 24 ഗുരുക്കന്മാർ. ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമായി ഭക്തന്നേകി കണ്ണൻ. 24 ഗുരുക്കന്മാർ, 25ാമതു ദേഹം. ഇവരെ പഠിച്ചിടുകിൽ നൂനം ഇക്ഷിതിയിലാനന്ദത്തെ നേടാം. ധരണിയാം ഗുരുവിനെ കണ്ടാൽ ധരിച്ചിടാം ക്ഷമയുടെ പാഠം. കാറ്റുമെല്ലെ വീശിടുന്ന നേരം കാട്ടിടുന്നു നിസ്സംഗത്തിൻ മേന്മ. ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമാക്കി ഉദ്ധവനു കണ്ണൻ. ആകാശമോ ബ്രഹ്മമെന്ന പോലെ അനന്തവും ഏകവുമാണല്ലോ. ജലത്തെ പോൽ മാധുര്യത്തെ നേടൂ, ജന്മമേറെ ധന്യമായി തീരും. അഗ്നി പോലെ ഗുണം സ്വീകരിക്കൂ, അഖിലവും ശുദ്ധമാക്കി മാറ്റൂ. ഇന്ദുവിൻ്റെ കലക്കല്ലോ നാശം, ഇതുപോലെ ദേഹത്തിനും നാശം. ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമാക്കി ഉദ്ധവനു കൃഷ്ണൻ. സൂര്യനെ പോൽ നിസ്വാർത്ഥനായി മാറൂ, എല്ലാവരെയും ഒരുപോലെ കാണൂ. ബന്ധുസ്നേഹം ആപത്തെന്ന സത്യം ബോധിച്ചല്ലോ മാടപ്രാവിൻ കഥയാൽ. കിട്ടുന്നതിൽ തൃപ്തി വന്നാൽ സൗഖ്യം കാട്ടിത്തന്നു പെരുമ്പാമ്പിൻ രീതി. സുഖദുഃഖം തുല്യമായി കാണാൻ സാഗരം പഠിപ്പിച്ചല്ലോ നന്നായി.
ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമാക്കി ഉദ്ധവനു കണ്ണൻ. ദർശന സുഖത്തെ തേടിപ്പോയാൽ ദഹിക്കുന്നു പാറ്റ പോലെ തീയിൽ. അല്പം മാത്രം സ്വീകരിച്ചാൽ നന്ന്, അറിവേകി തേൻ കുടിക്കും വണ്ട്. സ്പർശസുഖം തേടിടുന്ന കൊമ്പൻ സ്പഷ്ടമാക്കിയ സ്വാതന്ത്ര്യം എന്നിൽ. തേനെടുക്കുന്നവനെ പോൽ യതിയും തേടി നടക്കേണ്ട എന്നെ തിന്നാൻ. ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമാക്കി ഉദ്ധവനു കണ്ണൻ. ഗ്രാമ്യഗീതം മാനിനെന്ന പോലെ സാമ്യമില്ലാതെ പതിച്ചിടും. ചൂണ്ടയിൽ കുരുങ്ങിടുന്ന മത്സ്യം ചൂണ്ടിക്കാണിക്കുന്നു നാവിൻ ദോഷം. ആശാദുഃഖം നൈരാശ്യമോ സുഖവും അറിഞ്ഞു ഞാൻ പിങ്കളതൻ വാക്കാ. കയ്യിലുള്ള ധനമെന്നും ദുഃഖം പുരരപക്ഷിയോ കാട്ടിത്തന്നു. ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമാക്കി ഉദ്ധവനു കണ്ണൻ. മാനാപമാനങ്ങളില്ലാതാവാൻ മാനിച്ചു ഞാൻ ബാലകനെ ഗുരുവായി. ഒരുമിച്ചു വസിച്ചെന്നാൽ കലഹം ഓർമ്മിപ്പിച്ചു പെൺകുട്ടി തൻ വളകൾ. ശരമുണ്ടാക്കിയിടുന്നോനെ പോലെ ശ്രദ്ധ വേണം ഈശ്വരനെ അറിയാൻ. ഗൃഹാരംഭം ദുഃഖകരം തന്നെ ഗ്രഹിച്ചു ഞാൻ സർപ്പങ്ങളിൽ നിന്നായി. ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമാക്കി ഉദ്ധവനു കണ്ണൻ. സൃഷ്ടിസ്ഥിതി സംഹാര രഹസ്യം സൃഷ്ടിച്ചല്ലോ എട്ടുകാലി എന്നിൽ. ഈശ്വര ധ്യാനത്തിനുടെ മഹിമ ഇവനേകി വെട്ടാളനും ഭംഗ്യ. വിരക്തിക്കു ഹേതുവാകും ദേഹം വിശേഷേണ എൻ്റെ ഗുരു തന്നെ. വിഖ്യാതരം ഈ ഗുരുക്കന്മാരെ വീണ്ടും വീണ്ടും ഹൃത്തിലേറ്റു നിങ്ങൾ. ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമാക്കി ഉദ്ധവനു കണ്ണൻ. ദത്താത്രേയൻ പാടിയൊരു ഗീത വ്യക്തമാക്കി ഉദ്ധവനു കണ്ണൻ. ദത്താത്രേയൻ എന്ന അവധൂതൻ പറയുകയാണ്, ഏതേമേ ഗുരവോ രാജൻ ചതുർവിംശതിരാശ്രിത ശിക്ഷാ വൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹാത്മന. അല്ലയോ രാജാവേ, രാജൻ ഏതേ ചതുർവിംശതി മേ ഗുരവ, ഈ 24 പേർ എൻ്റെ ഗുരുക്കന്മാരാണ്. അങ്ങനെ ഇവിടെ ആ ആശ്രയിക്കപ്പെട്ടവർ ഇവരുടെ വൃത്തികൾ കൊണ്ട് ആത്മനഹ എനിക്ക് വേണ്ടുന്ന ശിക്ഷ അന്വശിക്ഷ, ഞാൻ വേണ്ടതൊക്കെ അവരിൽ നിന്ന് പഠിച്ചു എന്നാണ്. ഞാൻ ആശ്രയിച്ച 24 ഗുരുക്കന്മാരെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്. പൃഥ്വി വായുരാകാശ ആപോഗ്നി ചന്ദ്രമാരവി കപോതോ അജഗര സിന്ധു പതംഗോ മധുഗൃദ്ഗജ മധുഹ ഹരിണോ മീന പിങ്കളാ കുരരോദ്ഭക കുമാരി ശരകൾ സർപ്പ ഊർണനാഭി സുപേഷകൾ. ഇങ്ങനെ യതോ യദനുശിക്ഷാമി യഥാവാൻ ആഹുഷാത്മജ തത്തഥാ പുരുഷവ്യാഘ്ര നിബോധ കഥയാമിത്തെ. യഥാ യഥാവ, യാതൊരുവനിൽ നിന്ന് ഏത് തരത്തിൽ യത് ഏതൊന്നിനെ അനുശിക്ഷാമി ഞാൻ പഠിച്ചുവോ, തത് തഥ അതിനെ അതേ തരത്തിൽ, ഹേ നാഹുഷാത്മജ നഹുഷന്റെ പുത്രനായ യയാതി, യയാതിയുടെ പുത്രനായിരിക്കുന്ന അല്ലയോ യദു മഹാരാജാവേ, പുരുഷവ്യാഘ്ര പുരുഷശ്രേഷ്ഠ, തേ കഥയാമി നിബോധ അങ്ങക്കായി പറയുന്നു, അത് വേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊള്ളൂ. പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന നാഹുഷാത്മജനായിരിക്കുന്ന ഹേ യദു മഹാരാജൻ യയാതിപുത്ര,
ഈ 24 ഗുരുക്കന്മാരിൽ നിന്ന് ഏതൊരു ഗുരുവിൽ നിന്ന് ഏതൊരു കാര്യം ഏത് വിധത്തിൽ ഞാൻ പഠിച്ചുവോ അതിനെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം, അത് കേട്ടോളൂ. എന്നിട്ട് പറയുകയാണ്, ആദ്യം ഭൂമിയിൽ നിന്ന് എന്താണ് പഠിച്ചത്. ഭൂതൈരാക്രമ്യമാണോപി ധീരോ ദൈവവശാനുഗൈ തദ്വിദ്വാന്ന ചലേന്മാർഗാദന്വശിക്ഷം ക്ഷിതേർവ്രതം. ക്ഷിതേർവ്രതം, ക്ഷിതി ഭൂമി, ഭൂമിയുടെ വ്രതം ഞാൻ പഠിച്ചു. എന്താ അത്? ദൈവവശാനുഗൈ, പ്രാരബ്ധത്തിൽ അധീനത്തിലിരിക്കുന്ന ഭൂതൈഹി, പ്രാണികളാൽ, ആക്രമ്യമാണഹ അപി, പീഡിപ്പിക്കപ്പെടുന്നവനായാൽ പോലും, ധീരനായി മനഃശാഞ്ചല്യമില്ലാതെ, തത്ത് ആ പ്രാരബ്ധത്തെ, വിദ്വൻ അറിഞ്ഞു ഇരിക്കുന്നവൻ, വിദ്വാൻ അറിഞ്ഞിരിക്കുന്നവൻ, മാർഗാത് നചലേ, വഴിയിൽ നിന്ന് ധർമ്മം വിട്ട് മാറിപ്പോവരുത് എന്ന് ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചു. കാരണം എന്താ? ഭൂമി 2 തരത്തിലാണ്. ഒന്ന് പർവ്വതം, വൃക്ഷം തുടങ്ങിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദുർഗമമായിട്ടുള്ള ഒരു ഭാഗം. മറ്റൊരു ഭാഗമോ അത് എല്ലാവർക്കും സുഖമായി ഇരിക്കാൻ പാകുന്ന സമമായിട്ടുള്ള മറ്റൊരു ഭാഗം. അതിൽ സഞ്ചരിക്കുക എളുപ്പമുള്ളതാണ്. അപ്പൊ നല്ല മാർഗമുള്ള ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താണ്? ക്ഷമയാണ് പഠിച്ചത്. പ്രാണികളൊക്കെയും പ്രാരബ്ധത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അപ്പൊ ഓരോരുത്തരുടെയും പ്രാരബ്ധത്തിന് ആ പ്രേരണയനുസരിച്ച് അതിന് യോജിച്ച തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. ഇത് ചിലപ്പോ ഒരാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ആ അവസരത്തിൽ അവരെന്നെ ഉപദ്രവിച്ചില്ലേ എന്ന ദുഃഖം മനസ്സിലുണ്ടാകാതിരിക്കുന്ന ആളാണ് ധീരൻ. അവര് എന്നെ ഉപദ്രവിച്ചത് കൊണ്ടല്ല, മറിച്ച് എന്റെ പ്രാരബ്ധമാണ്. പ്രാണികൾ പ്രാരബ്ധത്തിന് അധീനരാണ്, നമ്മളും അതെ. അതുകൊണ്ട് തന്നെ അവരുടെ നേരെ ദേഷ്യപ്പെടുന്നത് ശരിയല്ല. ഈ പാരമാർത്ഥികമായ തത്വത്തെ, ഈ ജ്ഞാനത്തെ അറിയുന്നവനാണ് യഥാർത്ഥ വിദ്വാൻ, അറിവുള്ളവൻ എന്ന് പറയണത്. അങ്ങനെയുള്ള ഒരാൾക്ക് തൽക്കാല പീഡകൾ കൊണ്ട് പരോപദ്രവകരമായ പ്രതിക്രിയകൾ ചെയ്യാൻ തോന്നില്ല, അവരങ്ങനെ പ്രവർത്തിക്കില്ല. മനോവികാരത്തെ ഒതുക്കി അസഹ്യമാണ് എന്ന് തോന്നിയാൽ പോലും അതിനെതിരെ ഒരു ചിറവിരൽ അനക്കാതെ ക്ഷമയോടുകൂടി ഇരിക്കും. ഒരാൾക്ക് സുഖവും ദുഃഖവും വരുന്നത് അയാളുടെ കർമ്മം കൊണ്ടല്ല എന്നാണ്, മറിച്ച് പ്രാരബ്ധമാണ്. അപ്പൊ ചില സമയത്ത് സുഖം, ചില സമയത്ത് ദുഃഖം. അപ്പോൾ മറ്റു ചിലർ തൽക്കാലം നമുക്ക് അതിന് കാരണമായിട്ട് വരും. ഈ അനുഭവം കൊണ്ട്, പ്രാരബ്ധ പ്രേരണ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. മറ്റുള്ളവരുടെ നേരെ നമ്മൾ ദേഷ്യപ്പെടുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ധർമ്മത്തിൽ നിന്ന് നമ്മൾ തെറ്റരുത്, നമ്മൾ ക്ഷമയുള്ളവരായിട്ട് തീരണം എന്ന വലിയൊരു തത്വത്തെ എന്നിൽ അനാവരണം ചെയ്തത് ഭൂമിയാണ്. ഭൂമിയെ പലരും പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ദോഷമായിട്ട് അതിനെ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം സഹിച്ചും കൊണ്ട് ജനങ്ങൾ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെയാ ഭൂമിയെ കാണിക്കുന്നത് അല്ലേ? എന്നാൽ ഭൂമി ഇതൊക്കെ സഹിച്ച് ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ എന്നതുപോലെ സ്വസ്ഥാനത്തിൽ നിന്ന് തെറ്റാതെ ഭൂമി നിർവികാരമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്ഷമയാധരിത്രി എന്ന് പറയുന്നത്. ക്ഷമയുടെ പേര് സമ്പാദിച്ച ഭൂമി ക്ഷമയുടെ ഒരു സ്വരൂപമാണ്. തൻ്റെ സ്ഥാനത്ത് നിന്ന് ഭൂമി തെറ്റാത്തതുപോലെ ധർമ്മമാർഗത്തിൽ നിന്ന് ധീരനായൊരുവൻ, അറിവുള്ളൊരുവൻ ഒരിക്കലും ക്രോധത്തിനടിമപ്പെട്ട് അല്ലെങ്കിൽ കാമത്തിനടിമപ്പെട്ട് ഒന്നും ചെയ്യരുത് എന്ന വലിയൊരു സത്യത്തെ, ക്ഷമ എന്ന വലിയൊരു ഗുണത്തെ എൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് എന്നെ പഠിപ്പിച്ചത് ഈ ഭൂമിയാണ്. ഇതേപോലെ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന പീഡാനുഭവങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഞാനും ആ പരമാർത്ഥ സ്വരൂപത്തിൽ നിന്ന് തെറ്റാതെ ഇരിക്കണം എന്ന് ഞാൻ പഠിച്ചു. എന്നെ ക്ഷമ പഠിപ്പിച്ചത് ഭൂമി. അടുത്തൊരു ശ്ലോകത്തിലും ഭൂമിയുടെ ഗുണത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ. ശശ്വൽ പരാർത്ഥ സർവേഹ പരാർത്ഥൈകാന്ത സംഭവ സാധു ശിക്ഷേത ഭൂഭൃത്തോ നഗശിഷ്യ പരാത്മതാം. സാധു നല്ലവൻ
ശശ്വത് പരാർത്ഥ സർവേഹ, എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ വ്യാപാരങ്ങളും നടത്തുന്നവനും, പരോപകാരാർത്ഥമിതം ശരീരം എന്നുള്ള രീതിയിൽ പരാർത്ഥൈകാന്ത സംഭവ അന്യനു വേണ്ടി മാത്രം ജനിച്ചവനുമായിരിക്കണമെന്ന് ഭൂഭൃത്ത പർവ്വതത്തിൽ നിന്ന് പഠിക്കണം. നഖശിഷ്യ വൃക്ഷത്തിന്റെ ശിഷ്യനായിട്ട് പരാത്മതാം അന്യന് അധീനമായിരിക്കുക എന്ന സ്ഥിതിയെയും പഠിക്കണം. രണ്ടു തരത്തിലുണ്ട് ഭൂമി എന്ന് പറഞ്ഞു. സമഭൂമിയെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പർവ്വതങ്ങളെയും വൃക്ഷങ്ങളും നിറഞ്ഞ ഭൂമിയെ കുറിച്ച് പറയുകയാണ്. ഇവിടെ പറയാണ് പർവ്വതങ്ങളും വൃക്ഷങ്ങളും നിറഞ്ഞ ഭൂമിയിൽ എല്ലാ വ്യാപാരങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഉപകാരത്തിനായി വേണം. തൻ്റെ അധീനതയിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവണം എന്ന് എന്നെ പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെ നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നവൻ, അങ്ങനെ ജീവിക്കുന്നവനാണ് നല്ലവൻ. പർവ്വതത്തിൽ നിന്ന് ഞാൻ അതാ പഠിച്ചത്. പർവ്വതം ഭൂമിയെ ചലിക്കാൻ സമ്മതിക്കാതെ ധരിച്ചും കൊണ്ട് നിൽക്കണു. പർവ്വതത്തിൽ നിന്ന് പുഴകൾ ഉത്ഭവിക്കുന്നു, അല്ലേ? അനേക വൃക്ഷലതാദികളും അതിന്റെ ഫലങ്ങളും പർവ്വതത്തിലുണ്ട്. എന്നാൽ പർവ്വതം ഇത് വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? തന്നിൽ നിന്ന് ഒഴുകുന്ന നദിയുടെ അവകാശം പോലും പർവ്വതം പറയണില്ല. ആ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അന്യരുടെ ഉപകാരത്തിന് ഉപകരിക്കുന്നതല്ലാതെ പർവ്വതത്തിന് ഈ വൃക്ഷങ്ങളെ കൊണ്ടോ നദികളെ കൊണ്ടോ ഒന്നും ഉപകാരമില്ല. ഇതേപോലെ തൻ്റെ പക്കലുള്ള സകലതിനെയും അന്യന് ഉപകാരപ്പെടുന്ന തരത്തിൽ ഉപയോഗിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചത് പർവ്വതമാണ്. അതേപോലെ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? മറ്റൊരാൾ മുറിച്ചാൽ താഴെ വീണ് കിടക്കും. മറ്റൊരാൾ കായ്കനികൾ പറിച്ചാൽ അതിനെ തടക്കില്ല. അന്യൻ എന്ത് ചെയ്യുന്നുവോ അതിനെ അനുസരിച്ചു നിൽക്കുകയല്ലാതെ പ്രതികാരമോ പ്രതിക്രിയയോ ചെയ്യാൻ വൃക്ഷങ്ങൾ തയ്യാറാവണില്ല. നോക്കൂ, അതേപോലെ മറ്റുള്ളവർ ചെയ്യുന്നതിനെ അനുസരിക്കുകയാണ് നല്ലത്, അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കരുത് എന്ന് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെയാണല്ലോ വൃക്ഷങ്ങളൊക്കെ. അതിൻ്റെ ഫലങ്ങൾ കൂടുന്തോറും അത് താഴേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഭഗവാൻ തന്നെ ഏട്ടൻ്റെ അടുത്ത് പറയുന്ന രംഗം നമ്മൾ വൃന്ദാവന ഭൂമികയിൽ കേൾക്കേണ്ടായി. ഏട്ടനോട് പറയണ്ടേ, ഏട്ടാ ഇതാ നോക്കൂ, ഈ വൃക്ഷങ്ങളൊക്കെ എത്ര നല്ല ആളുകളാണ്. അവർ തങ്ങൾക്കുള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് സമ്മാനിക്കണു. അത്ഭുതമല്ലേ? ഭഗവാൻ ചോദിക്കണു. ഇതേപോലെ താൻ വൃക്ഷത്തിന്റെ ശിഷ്യനാണ് എന്ന് ദത്താത്രേയൻ പറയുന്നതിന് കാരണം എന്താ? വൃക്ഷങ്ങളെ പോലെ മറ്റുള്ളവർക്കായി ജീവിക്കാൻ സാധിക്കണം. ആദ്യം പറഞ്ഞതുപോലെ പരോപകാരാർത്ഥമിതം ശരീരം എന്ന ഭാവത്തിൽ ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചത് വൃക്ഷങ്ങളാണ്, അല്ലെങ്കിൽ ആ ഭൂമി തന്നെയാണ്. ഭൂമിയെ രണ്ടായി തിരിച്ചപ്പോഴാണ് നമ്മൾ രണ്ട് രീതിയിൽ പറഞ്ഞത്. അപ്പൊ ക്ഷമയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവലാണ് സന്തോഷത്തിന് മൂലകാരണം എന്ന് ദത്താത്രേയൻ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ആ ദത്താത്രേയ ഗീത നമ്മളിതാ ഇന്ന് ആരംഭിച്ചു. ഇനി തുടർന്നുള്ള ഗുരുക്കന്മാര് ഇവിടെ ഭൂമിയെ കുറിച്ചാണ് പറഞ്ഞത്. വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കപോതം, മാടപ്രാവ്, ഇത്രയും ഗുരുനാഥന്മാരെ കുറിച്ചാണ് നമ്മൾ ഇനി നാളെ 7ാമത്തെ അധ്യായത്തിൽ കേൾക്കുക. അതിനെ ഭഗവാൻ അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ
ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.